മൈൻക്രാഫ്റ്റിന്റെ ആ ലോകത്ത് ആ എർത്ത് ക്രിസ്റ്റൽ എടുക്കാൻ വേണ്ടി സ്റ്റീവും കൂട്ടരും കൂടെ വുഡ്ലാൻഡ് മാൻഷൻ എന്ന് പേരുള്ള ഒരു വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഹെൻറിയാണ് ആ ക്രിസ്റ്റൽ എടുക്കാൻ വേണ്ടി ആ വീടിന്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് പോകുന്നത്. ഈ ഒരു സമയത്ത് സ്റ്റീവും ക്യാരറ്റും പെട്ടുപോകുന്നത് ചിക്കൻ ജോക്കി എന്നു പേരുള്ള പുതിയൊരു ഐറ്റത്തിന് മുമ്പിലാണ്. ഒരു കോഴിയുടെ പുറത്ത് കയറി നിൽക്കുന്ന ഒരു ചെറിയ കുട്ടി, അതാണ് ഈ ചിക്കൻ ജോക്കി. അവരുടനെ തന്നെ സ്റ്റീവിനെ അവിടെ പിടിച്ചു കെട്ടി. ഇപ്പൊ അവിടെ ഒരു റെസ്ലിംഗ് ആണ് നടക്കുന്നത്. അതായത് ചിക്കൻ ജോക്കിയും ഗ്യാരറ്റുമാണ് ആ റെസ്ലിംഗിൽ പങ്കെടുക്കുന്നത്. അതൊരു ചെറിയ കുട്ടിയല്ലേ, ഈസി ആയിട്ട് ഇടിച്ചിടാം എന്നൊക്കെയാണ് ഗ്യാരറ്റ് ചിന്തിക്കുന്നത്. എന്നാൽ ഗ്യാരറ്റ് വിചാരിച്ച പോലെ ഒരു ചെറിയ കുട്ടിയുടെ ശക്തി ആയിരുന്നില്ല അതിനുണ്ടായിരുന്നത്. കൈ കിട്ടിയതും ചിക്കൻ ജോക്കി ഗ്യാരറ്റിനെ ശരിക്കും ഇടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ ഇടി കിട്ടി കഴിയുമ്പോൾ ഗ്യാരറ്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ജോക്കി വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അവൻ അവിടുത്തെ കയറ് വലിച്ചു വിടുകയാണ്. അതോടൊപ്പം തന്നെ ചിക്കൻ ജോക്കി അവിടെ നിന്ന് തെറിച്ചു പോവുകയും ചെയ്തു. എന്നാൽ താഴെ വീണ് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ ജോക്കി ഉറക്കെ കരയാൻ തുടങ്ങി. അത് കാണുന്ന ഗ്യാരറ്റിനാണെങ്കിൽ സങ്കടം അങ്ങോട്ട് സഹിക്കാൻ വയ്യ. ഗ്യാരറ്റ് ഉടനെ തന്നെ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അതിന്റെ അടുത്തേക്ക് പോവാണ്. അരുത്, അവന്റെ അടുത്തേക്ക് പോവരുത്, നീ വിചാരിക്കുന്ന പോലെ ഒരു പയ്യനല്ല അതൊരു ഡെവിളാണ് എന്നൊക്കെ നമ്മുടെ സ്റ്റീവ് അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഗ്യാരറ്റ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഗ്യാരറ്റ് കൈ നീട്ടിക്കൊണ്ട് പതുക്കെ ആ പയ്യന്റെ അടുത്തേക്ക് എത്തി. എന്നാൽ പെട്ടെന്നാണ് ആ പയ്യൻ ഗ്യാരറ്റിന്റെ കയ്യിൽ കയറി കടിക്കുന്നത്. അതിനുശേഷം ഗ്യാരറ്റിനെ ഇടിച്ച് താഴേക്കിട്ടിട്ട് ഗ്യാരറ്റിന്റെ മുകളിലേക്ക് ഒരൊറ്റ ചാട്ടം ചാടാണ്. എന്നാൽ അവൻ ഗ്യാരറ്റിന്റെ ശരീരത്തിലേക്ക് ലാൻഡ് ചെയ്യുമ്പോഴേക്കും സ്റ്റീവ് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ചിക്കൻ ജോക്കിക്ക് ഒരൊറ്റ ഇടി കൊടുക്കുകയാണ്. അതോടുകൂടെ ചിക്കൻ ജോക്കിയാണെങ്കിൽ തെറിച്ചു പോവുകയും ചെയ്യുന്നു.